ഇതെന്ന് പറഞ്ഞാൽ ഈ മിക്കി മൗസിനെ കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടി ഓടി വന്ന് മിക്കി മൗസിനെ കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സന്തോഷം. പിന്നെ മിക്കി മൗസിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നു. അത് നോക്കിയപ്പോൾ ഈ മിക്കി മൗസിൻ്റെ കാർട്ടൂൺസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് ആനിമേഷൻ ആയിരിക്കും, ചിലപ്പോൾ അറിയത്തില്ല എങ്ങനെയാണ്. എന്താണെങ്കിലും അങ്ങനെ ഇത് കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് മിക്കിയെ കണ്ടു, കെട്ടിപ്പിടിച്ചു, അങ്ങനെ അങ്ങ് പോയി. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ നമ്മുടെ നാട്ടിൽ കുറവാണ്, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, ഫിക്ഷണൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാർട്ടൂൺ, ഇപ്പോൾ ടോം ആൻഡ് ജെറി, ഡൊണാൾഡ് ഡക്ക് എന്നൊക്കെ പറഞ്ഞ് പണ്ടുണ്ടാകുന്നു. അതുകൂടാതെ ഇപ്പോൾ വേറെ പല ആളുകളും ഉണ്ടാവും, എനിക്ക് കൃത്യമായിട്ട് ഇവരൊന്നും അറിയത്തൊന്നുമില്ല. അവർ ഇതുപോലത്തെ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ക്യാരക്ടറിനെ കുട്ടികൾ കണ്ടു, ആരാധിച്ച് ഇഷ്ടപ്പെട്ടു, ആരാധിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചാൽ വലിയ അപകടമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇവിടെ തലയെ പൊക്കി വെച്ചേക്കുന്ന ഈ പൊട്ടന്മാരുണ്ടല്ലോ, ഈ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ, അവന്മാരെയൊക്കെ ഈ പിള്ളേർ, ഇവിടുത്തെ പിള്ളേർ എന്താ ചിലപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആർക്കായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു നാറിയായിരിക്കും. അപ്പോൾ ഇവനെയൊക്കെ വലിയ തലയെ പൊക്കി എടുത്ത് വെക്കുകയും ചെയ്യും. ഇന്ത്യ മൊത്തത്തിൽ ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നില്ല. അതുകൊണ്ട് അവസാനം ഈ പിള്ളേർ ഇങ്ങനെ ഇതിനെ കണ്ടല്ലോ ഇരിക്കുന്നത്, ഇവന്മാർ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് നശിച്ചു പോവുക. അങ്ങനെ തലയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കുറേ മണ്ടൻ ആശയങ്ങളും ഈഗോയും അല്ലാതെ കലിപ്പും, പിന്നെ ഡയലോഗ്സൊക്കെ ആണെങ്കിലും സിനിമയിൽ നിന്നൊക്കെയാണല്ലോ കൂടുതൽ എടുക്കുന്നത് ഇവിടെ ആൾക്കാർ, മണ്ടന്മാർ. അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു അപകടമുണ്ട്. കാരണം കൊച്ചു കുട്ടികൾ കണ്ടിട്ട് അവരിതിനെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ കേൾക്കുന്നത് പെണ്ണ് കേസിന് പിടിച്ച്, മറ്റേ കേസിന് പിടിച്ച്, അയ്യോ അവിടെ തന്നെ അവനെ പിടിച്ച് അകത്തിട്ടു, കഞ്ചാവ് അടിച്ചു, MDMA എടുത്ത് പിടിച്ചു, പീഡന കേസിൽ പ്രതിയാവുന്ന ലിബർട്ടി ഉള്ള ആൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട്. പിന്നെ കേൾക്കുന്നതാണെങ്കിൽ ഇവരെ പറ്റിയൊക്കെ പിന്നെ കാണിച്ചു കൂട്ടും, വിവരക്കേട് തന്നെ പറയും, ബുദ്ധിയില്ലാത്ത വർഗം, അഴക്കപ്പയൽ, തന്തയേക്കാൾ മോശം എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനകത്തും ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ സിനിമകളൊന്നും കാണിക്കേണ്ട ആവശ്യം ശരിക്കും പിള്ളേരെ കാണിക്കേണ്ട പടങ്ങളല്ല ഇവിടെ പിള്ളേർ കാണുന്നത്. പിള്ളേരെ കാണിക്കേണ്ടാത്ത സിനിമയെല്ലാം കാണിക്കുമ്പോൾ ഈ പൊട്ടനൊക്കെ വരുമ്പോൾ ഇവനൊക്കെ വേണ്ടി വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ ഇപ്പം എനിക്കൊന്ന് പുതിയൊരു തലമുറയ്ക്കകത്തൊക്കെ എന്തോ പ്രശ്നമുണ്ടോ പോലെ തോന്നുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ളവർക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നതിനൊരു കാരണമുണ്ട്. അന്ന് നമ്മൾ ഈ TV വരുന്നതിനൊക്കെ മുന്നേ അതിന് മുമ്പുള്ളവർക്കും അത് വന്നിട്ടാണെങ്കിൽ അത്ര വലിയ ഈ കേബിൾ TV എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ സംഭവം ഇത്ര അങ്ങ് സുലഭമാകുന്നതിന് മുമ്പ് പ്രിൻറ്റഡ് മീഡിയ അതിനകത്ത് വന്നുകൊണ്ടിരുന്നത് ശരിയാണ്. മലയാള മനോരമയുടെ വീക്കിലി വീട്ടിൽ വരും, പത്രം വരും, അതിൻ്റെ കൂട്ടത്തിൽ ബാലരമയും ബാലമംഗളവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരുവാന്ന്. അതുകൊണ്ട് എന്താ വെച്ചാൽ പിള്ളേർക്ക് കളിക്കാൻ ആ സാധനമുണ്ട്. പേരൻസ് മറ്റേത് വായിച്ചു വരുന്നു, നാനയോ വനിതയോ അതൊക്കെ ഉണ്ട്. ഞാനൊക്കെ സിനിമക്കാർ പ്രാന്തന്മാർ പണ്ട് ഞാനയുടെ ഇവിടെ കൊട്ടിട്ട് ഡോറിൽ കൊട്ടിക്കുന്ന പൊട്ടന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് പലരും ചെയ്തതാണ്, മഹാമണ്ഡലത്തിലാണെന്ന് ഓർത്തോ. അതൊന്നും ഞാൻ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ മുറിയിൽ ഒരാഴ്ച അതായത് ഒരു സ്പോർട്സ് മാഗസീനിന്ന് കിട്ടിയ ലോതർ മാത്യൂസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാകുന്നു, അല്ലാതെ വേറൊന്നുമില്ല. അതെങ്ങനെ എനിക്ക് വെറുതെ ആരുടെ തന്നപ്പെടുത്തി ഞാൻ എവിടെ ഒന്ന് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ടാകും കുറേ വർഷം. ഒരു അലമാരയുടെ സൈഡിലേക്ക് ഒട്ടിക്കത്തില്ല. അവിടെ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒക്കെ പടം ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ചിലർ സൽമാൻ ഖാനൊക്കെ ഒട്ടിക്കും. എൻ്റെ കസിൻ്റെ ഒക്കെ വീട്ടിൽ സൽമാനും ഋത്തിക് റോഷനൊക്കെ ഇങ്ങനെ മസിൽ അവന് ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ അവനൊട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇവരുടെ ഒന്നും പടം എടുത്ത് ഒട്ടിക്കേണ്ട ഒരു ആവശ്യവും ഈ ഒന്നും കാലത്ത് നമുക്ക് ആർക്കും ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് പിള്ളേരങ്ങനെ ഈ നശിച്ചത് മാത്രം അങ്ങനെ കാണത്തില്ല. ഈ വീക്കിലിയും വാരിക എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ വെറും കച്ചറയാണ്, മനസ്സിലായോ? ഒരു നാട് നശിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടാത്ത രീതിയിൽ ഈ സീരിയൽ പോലെയും ഇപ്പോഴത്തെ സിനിമകൾ, പല സിനിമകൾ, ഈ മെയിൻ ആൾക്കാരുടെ സിനിമകൾ പോലെയൊക്കെ ഉള്ളൊരു സാധനമാണ് ഇതിനകത്ത്. ആ കഥയും അതുപോലെ തന്നെ ആൾക്കാരും അത് ബിഗ് ബോസ് പോലത്തെ ഷോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നും കുട്ടികൾക്ക് കാണേണ്ട പരിപാടിയല്ല. ഇവിടുത്തെ സീരിയലാണെങ്കിലും കുട്ടികളെ കാണിക്കാൻ കൊള്ളത്തില്ല, സിനിമ കാണിക്കാൻ കൊള്ളത്തില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാനും ബോധമുള്ള ഒരുത്തം പോലും ഇങ്ങനെ വളർന്ന് വന്നിട്ടുമില്ല. അതുകൊണ്ട് പല വീടുകളിലും പിള്ളേർ മറ്റേ റോക്കി ബായ് എന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ട്. എന്തിനാണ് കണ്ടേക്കുന്നത്? അതേസമയം ഈ മിക്കി മൗസ്, ഡൊണാൾഡ് അല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇംഗ്ലീഷ് കുട്ടികളുടെ ചലച്ചിത്രങ്ങൾ, അവരുടെ ആനിമേഷൻസും അല്ലാത്തയും സിനിമകളൊക്കെ ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. മലയാളത്തിൻ്റെ ഒരു സാധനവും കാണിക്കാതെ, അതായത് മലയാളം TV, മലയാളം പരിപാടികളൊന്നും കാണിക്കാതെ കുട്ടികളെ ഈ ഇംഗ്ലീഷ് സാധനങ്ങളുണ്ടല്ലോ, കാർട്ടൂൺസോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ടൈപ്പ് പരിപാടികൾ മാത്രം കാണിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്നു. അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും ആ സമൂഹം അത്ര മെച്ചപ്പെട്ടിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് അത്രയും മെച്ചപ്പെടുത്തിയത് പോരാത്തിന് വീണ്ടും മെച്ചപ്പെടുത്താൻ വേണ്ടി കൊച്ചു കുട്ടികളെ പോലും മെച്ചപ്പെടുത്തി തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന സാധനങ്ങളാണ്. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക തലവെട്ടിക്കളയുന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും തിയേറ്ററിൽ ഇരുന്ന് അവിടെ കാണത്തില്ല, മനസ്സിലായോ? പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ ഒരു ഭയങ്കര വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ അതില്ല. ഇവിടുത്തെ ഇൻഡസ്ട്രി, സിനിമ മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ആകെ ചെയ്യുന്നത് ഇവന്മാർ കലയെ കുണയ്ക്കാനെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെ കേസ് വെറുപ്പിക്കുക, എങ്ങനെയും ആളെ പറ്റിച്ചും ഒക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന കലാകാരന്മാരാണെന്നാണ് പറയുന്നത് ഇവന്മാർ, മനസ്സിലായോ?
അവിടെ നിന്ന് അത്രയും വൃത്തിക്ക് ചെയ്തേക്കുന്ന ഒരു സാധനം നിങ്ങളെടുത്ത് കാണിച്ച് ശീലിപ്പിച്ച് നോക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാട കാണിക്കുന്ന നല്ല സ്റ്റാൻഡേർഡ്, ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടാവും, നല്ല ലാംഗ്വേജ് ഉണ്ടാവും, കച്ചറ കളികളൊന്നും കളിക്കത്തില്ല. അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈസി ആവും കാര്യങ്ങൾ. ഇവിടെ ഇത്ര സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കലിപ്പ അങ്ങോട്ട് കയറി ഇങ്ങനെയൊക്കെ ആ സാധനമൊക്കെ ഇവിടെ ഹൈപ്പ് കൊടുത്തേക്കുന്നത്, മനസ്സിലായോ? ഇല്ലും പിന്നെ ടീ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുങ്ങൾ തുള്ളുക. കൊച്ചു പിള്ളേരൊക്കെ എവിടെ എത്തുമെന്ന് കണ്ടോണം. ഇതേപോലത്തെ കുറേ മണ്ടത്തരങ്ങളൊക്കെ എനിക്കും പറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും പറ്റിയിട്ടുള്ള കാര്യം ഈ പറയുന്നത്. ഇപ്പോൾ ഈ കൊച്ചുങ്ങളല്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ശരിക്കും ഒരു ദ്രോഹമാണ് ചെയ്തത്, മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസ് ചിലപ്പോൾ ഇതേ സാധനം മാത്രം ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് എങ്ങനെയാണ് എന്തുവാ ചോയ്സ്? വീട്ടിൽ ഇരുന്ന് ആ തള്ള കാണുന്ന സീരിയലും കണ്ടിരുന്ന് മൊരയും. ഇവിടുത്തെ പിള്ളേരുടെയൊക്കെ പരിപാടികൾ കാണണം ടി വി കാണിക്കുമ്പോൾ. ഇപ്പോൾ വർത്താനം പറയുന്നത് കേട്ടോ ഒരുമാതിരി തറ ലെവലാണ്. ശരിക്കും അതൊരു തറ ലെവലാണ്. അത് നിങ്ങൾക്ക് പുറത്തുള്ള കുട്ടികളെ അറിയാത്തതുകൊണ്ടാണ്. മറ്റ് രാജ്യങ്ങളിൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഉള്ള കുട്ടികളുടെ ബിഹേവിയറും അവർ സംസാരിക്കുന്നതൊക്കെ വേറെ രീതി, നല്ല സ്റ്റാൻഡേർഡ് ഫീലാണ്. മാത്രമല്ല വളരെ എന്ത് പണ്ട് കുറേ അറിവുള്ള പോലെ തോന്നും. അതല്ലേ അവർക്ക് ഇടപെടാൻ അറിയാന്നേ. ഇവിടെയുള്ള പിള്ളേർക്ക് വല്ലതും അറിയാം. കൊച്ചുങ്ങളാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു 5ാം ക്ലാസ് വരെയുള്ള പിള്ളേർ എടുത്തു, 6 വരെ ഒരു ക്യാരക്ടറും ഇല്ലാത്ത പിള്ളേർ എങ്ങനെ ഉണ്ടാവാനാ? പിന്നെ ചെയ്യുന്ന പണികളെന്ന് പറഞ്ഞാൽ വല്ല പള്ളി കൊണ്ടിരുത്തും, അമ്പലത്തിൽ കൊണ്ട് കയറുമൊക്കെ കെട്ടിക്കും, ഉരുട്ടും, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും, ഓരോ സ്ഥലത്ത് കൊണ്ട് പൊട്ട് കളിപ്പിക്കുക, പട്ടിയെ കല്ലെറിയാൻ പഠിപ്പിക്കുക. ഇതൊക്കെയാണ് പരിപാടി. എന്നാൽ നിങ്ങൾ വിദേശത്തുള്ളവരുടെ ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അവിടെയൊക്കെ അവർ മൃഗങ്ങളോട് ഇടപെടുന്ന കാണണം. എന്ത് ഭംഗിയായിട്ടാണ്. ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പക്ഷേ മൃഗം ദൈവമാണ്. അവർക്കതൊന്നും ദൈവമൊന്നും അല്ല. പക്ഷേ അവരതിനോട് മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചേക്കുക. അതിന് വ്യത്യാസം മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത കുറേ ആൾക്കാർ. അപ്പോൾ ഈ പറഞ്ഞ നശിച്ച ഇനം സിനിമകളും സിനിമാക്കാരെ ഒന്നും കുട്ടികളെ കൊണ്ട് കാണിപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം പൃഥ്വിരാജ് പറയും അവൻ്റെ ഒരു സിനിമയും അവൻ്റെ കൊച്ചിനെ കാണിച്ചിട്ടില്ലെന്ന്. അതെന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ അവനറിയാം കാണിക്കരുത്. അപ്പോൾ അവൻ ബാക്കിയുള്ള പിള്ളേരെ കാണിക്കുന്നതിന് കുഴപ്പമില്ലെന്ന്. അവൻ്റെ സിനിമ മാത്രമല്ല ഇവിടുത്തെ മൊത്തം സിനിമയും കാണാൻ കൊള്ളാമെന്നല്ല പിള്ളേർക്കുള്ള പടങ്ങളൊന്നും ഇല്ല. വല്ലപ്പോഴും വല്ലതും തന്നെ അത് കാണാനോട്ട് ആളുണ്ടോ അതുമില്ല. അയ്യോ എന്തു നശിച്ച ഒരു കലാകാരന്മാരായി മാറി. ഇമാർ കലാകാരന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്ക് ഇറങ്ങിയേക്കുന്ന ഏതോ കുറുവാ സംഘമോ വേണ്ടാന്നത്. കുറുവ കലാസംഘം, കുറുവ നടന്മാർ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറച്ചിലും ഇരിപ്പൊക്കെ ഉണ്ടോ അവർക്ക് ഇവനൊക്കെ ഏതാണ്ട് ഒലത്തോ അതെ ഒന്നുമില്ല. ഈ ഉടായ്പ് എവിടെയെങ്കിലും എത്തുന്നുണ്ട് ഇവനൊക്കെ? ഈ മലയാളത്തിനും ഈ മലയാളികൾ കുറച്ച് ഇവിടുത്തെ ഏറ്റവും തറ ലെവലിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ എൻജോയ് ചെയ്യുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വല്ലപ്പോഴും വർഷത്തിൽ 2 പടമോ 3 പടമോ കിട്ടും. അത് കൊള്ളാവുന്ന ആൾക്കാർ കഷ്ടപ്പെട്ട് പ്രൊഡ്യൂസറും ഇല്ല, എല്ലാവരുടെ പിരിവൊക്കെ ഇട്ടെടുക്കുന്ന പടങ്ങൾ നല്ല സിനിമകൾ. എന്നാൽ ഈ തണ്ടികൾ കൊണ്ടിരുന്ന പടങ്ങളോ എല്ലാം ഇതുപോലത്തെ കച്ചറ പരിപാടികൾ, തറ വേലകളും കാണിച്ച് ഇവിടുത്തെ കുറേ കൂതറകളെ എൻ്റർടൈൻ ചെയ്ത് അതുപോലെ തന്നെ ഒരു പന്ന സൊസൈറ്റി ഉണ്ടാക്കാൻ ആ പിള്ളേരെ കൂടെ നശിപ്പിച്ച് ഈ കൂതറകളുടെ പിള്ളേർ കൂതറകളാകുന്നതിന് കാരണം ഈ കൂതറ കാണുന്ന എല്ലാം ഈ കൊച്ചു കണ്ട് കൂതറയാവുന്ന, മനസ്സിലായോ? ഇവനൊക്കെ ഈ തന്തേനൊക്കെ പറഞ്ഞ ആരാധിച്ചും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ കൊച്ചിനും ഇഷ്ടപ്പെടും ചിലപ്പോൾ. അതേസമയം ഞാൻ പറഞ്ഞില്ല മറ്റേ ആ ക്യാരക്ടേഴ്സ് ഡൊണാൾഡക്കും ഈ മിക്കി മൗസും ഒന്നും ഒരിക്കലും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും വന്ന് പൊട്ടം കളിക്കത്തില്ല. അതവിടെ ഡയറക്റ്റ് ചെയ്ത് നല്ലപോലെ അതും സെൻസറൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പഠിച്ച് വല്ല ശാസ്ത്രത്തിനൊക്കെ ആയിരിക്കും അതിൻ്റെ പുറകെ നിൽക്കുന്നത്. ഈ പറഞ്ഞ ഇതിനെപ്പറ്റി പഠിച്ചവർ, അല്ലാതെ ചുമ്മാ കണ്ടവനും അവനും ഇവനുമൊക്കെ വന്നങ്ങ് എടുത്തുകൊണ്ട് വരുന്ന സാധനം അല്ലിത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഇവിടുത്തെ സിനിമ കാണിക്കാതെ മൊത്തം ഇംഗ്ലീഷ് ചാനൽസ് മാത്രം ചെയ്ത് വെച്ചാൽ ഉറപ്പിക്കുക. എനിക്ക് ഒത്തിരി ആൾക്കാർ അറിയാം കേട്ടോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുട്ടികൾ ഭയങ്കര നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ആ രീതിക്ക് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് വ്യത്യാസം. ഇവിടുത്തെ തറ പരിപാടി അല്ല കൊച്ചുങ്ങൾ കളിക്കുന്നത്. ഇവിടുത്തെ പരിപാടി തറയാണ്. ലോകത്ത് എവിടെ ചെന്നാലും ഒരു തറയാവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ബിഹേവിയേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അത് വലിയ മലയാളി പൊളിയാണ്, കേരളത്തിലാണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നീ എന്നോട് വേണ്ടി ചോദിക്കുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഈ മുതിർന്നവന്മാരെല്ലാം കൂടെ UK ചെന്ന് കയറിയിട്ട് കാണിക്കുന്ന പൊട്ടത്തരമൊക്കെ കണ്ടില്ലേ? ഒരു പബ്ബിലൊക്കെ ചെന്ന് അലമ്പ്. ഇവിടുത്തെ കൂതറപ്പഴി ഇതൊക്കെ വലിയ കാര്യമായിട്ട് കണ്ടേക്കുക. കാരണം ഇവിടുത്തെ നായകനും ഒക്കെ കാണിക്കുന്ന ഈ കൂതറത്തരം ഇവർ പഠിച്ചേക്കുന്നത്. എന്തൊരു ഗതികേടാന്ന് നോക്കണേ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഈ പറഞ്ഞ കലാകാരൻ നമ്മുടെ കുട്ടികളെ നയിക്കുന്നുണ്ട്. ഈ സീരിയലും ഈ സിനിമയൊന്നും പിള്ളേരെ കാണിക്കണ്ട, അവർക്ക് കാണിക്കാനുണ്ടെന്ന് ഒരുപാടുണ്ട്. പിന്നെ മലയാളത്തിലില്ലായിരിക്കും. അത് പേരൻസിന് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഈ കൊച്ചുങ്ങൾക്ക് ചോയ്സ്. അവരെന്ത് കാണും? നമ്മളെന്ത് കാണിച്ചു കൊടുക്കുന്നോ അവർ കാണും. അവരത് ആ രീതിക്ക് പഠിക്കും. കൊച്ചിന് വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ചാനൽ മാത്രം കാണിച്ച് കൊച്ചു ചിലപ്പോൾ നാളെ ഇംഗ്ലീഷ് ആയിരിക്കും പറയാൻ തുടങ്ങുന്നത്. അത് മനസ്സിലാക്കുന്ന രീതിയിൽ അവർ പഠിപ്പിക്കുന്ന രീതിയിൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണിത്? ഇത് ഡോറാണ്, മറ്റേത് ഏണിയാണ്, മറ്റേ ചുറ്റിയാണ്, ആണിയുണ്ട്, ഇലക്ട്രിസിറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ പേരുകളടക്കം പഠിപ്പിച്ച് വിടുക അവർ കാർട്ടൂണിൽ കൂടെ. ഇതൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പഠിച്ച പിള്ളേരെ ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പറയുന്നവരൊന്നുമല്ല. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമുള്ളവരാ, പക്ഷേ അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ഫാമിലിയല്ല. പക്ഷെ പിള്ളേർ ഇംഗ്ലീഷ് കേൾക്കണം. അവർ കാണുന്ന പരിപാടികൾ വേറെയാണ്. അവർ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം എപ്പോഴും നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. അതേസമയം ഇവിടുത്തെ ഓരോരുത്തരുടെ ക്യാരക്ടറുണ്ടോ? ഇവിടുത്തെ സിനിമ നടന്
അല്ല ഇവിടുത്തെ സിനിമക്കാർക്ക് എന്തെങ്കിലും ഉണ്ടോ? കില്ലുമിനാറ്റി അത് പോട്ടെ, കുഴപ്പമില്ല, രസമുള്ള പടം, നമുക്ക് മുതിർന്നവർക്ക് കണ്ട കുഴപ്പമൊന്നുമില്ല. അല്ല ഞാൻ പറയുക, മൊത്തത്തിൽ ഇവിടുത്തെ പരിപാടി കുളവാന്നേ. ഇതേപോലൊരു കൊച്ച് നാളെ ഇവിടുത്തെ ഏതെങ്കിലും പോഴൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ചെല്ലും, എന്നിട്ട് ആ പോഴൻ പൊട്ടൻ പറയുന്നതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കും, പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ടിട്ട് കൈയടിക്കും. എന്തൊരു ഗതികേടാന്ന് നോക്കിക്കോണേ. ഈ സാധനത്തിന് ഗതികേട് അവിടെ ഉണ്ടായത്. ഈ പുസ്തകം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ അടിച്ചു വിടുന്നതൊക്കെ മേടിക്കാനാണ് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പേരൻസിന് താല്പര്യമില്ല പിള്ളേർക്ക് ഒരു റിക്രിയേഷൻ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലും താല്പര്യമില്ലാത്തൊരു സമൂഹം അത് കഴിഞ്ഞ് വന്നു. അവർ പഠിപ്പിക്കാൻ മാത്രമാണ് നോക്കുന്നത്. അവർ ഈ പഠിക്കാനുള്ള വിഷയം അല്ലാതെ ഒന്നും ഈ കൊച്ചിൻ്റെ ടേബിളിൽ ഒന്നും കാണത്തില്ല. എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ എണ്ണം അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു വലിയ സമൂഹം വരുന്നുണ്ട്. ഇപ്പോൾ വന്നേക്കുന്നതൊക്കെ അങ്ങനത്തെ ആണോ എന്ന് എനിക്കറിയത്തില്ല. വല്ലാത്തൊരു രീതിയിൽ ഈ ലെവലിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർക്കും അറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. അതിനിടയിലാണ് ഈ MDMA കഞ്ചാവും എല്ലാം കൂടെ ഒരു സൈഡിൽ കൂടെ കൊണ്ട് തള്ളി കൊടുക്കുന്നത്. ഇവിടെ രക്ഷപ്പെടും കേട്ടോ, ഇവിടെ കിടിലാവും. കേരളം ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറയാം 5 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ക്രൈം റേറ്റും സൈക്യാട്രിക് പേഷ്യൻസിൻ്റെ എണ്ണം നോക്കിയോ വല്ലാണ്ട് കൂടും. വല്ലാണ്ട് കൂടുമെന്ന് പറഞ്ഞാൽ ഇനി ഏറ്റവും നല്ല ബിസിനസ് ഈ സൈക്യാട്രിക് ഇത് തുടങ്ങുന്ന ഹോസ്പിറ്റൽ. ഇപ്പോൾ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, ക്യാൻസർ സെൻ്റർ അല്ലേ, അതങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ കണ്ടോണം വരുന്നത്. ഒരു 2 വർഷം കഴിയുമ്പോൾ തൊട്ട് പതുക്കെ സൈക്യാട്രിക് ഹോസ്പിറ്റൽസ് വരും. സൈക്യാട്രിക് ഹോസ്പിറ്റൽ തന്നെ വേണം, എല്ലാവരും കൊണ്ട് നിടണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് 2K തൊട്ടുള്ള പിള്ളേരുമായിരിക്കും. അതിന് മുന്നോട്ടൊരു 90s തൊട്ടുള്ളവന്മാരും കാണും. പിന്നെ കിളവന്മാർക്ക് പിന്നെ വേറെ സ്ഥലം വേണ്ടി വരും. അല്ല നിങ്ങൾ നോക്കിയോ, ഈ മെൻ്റൽ ഹെൽത്ത് ഇതുപോലെ പരാജയപ്പെട്ട ഒരു രാജ്യമില്ല. ആഫ്രിക്കയിലും ഉണ്ടാവും, പാകിസ്ഥാനിലും ഉണ്ടാവും. ഇതുങ്ങളെല്ലാം പണി മേടിക്കാൻ പോവുക. കാരണം ഇതൊക്കെ കണ്ട വളർന്നത്. ഈ തീട്ടമൊക്കെ കണ്ട് വളർന്നു കഴിഞ്ഞാൽ തീട്ടം അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ ഇതിനൊക്കെ? വേറെ ഒരു രാജ്യത്തെ സിനിമ പോലും ഇവന്മാർ കാണുന്നില്ല. ഇവിടെ തിയേറ്ററിൽ പോലും ഒരു ഇംഗ്ലീഷ് പടം നല്ലപോലെ വരുന്നില്ല. ആ ഗ്ലാഡിയേറ്റർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒന്നുകൊണ്ട് കാണാൻ പറ്റി. കൊള്ളാവുന്ന സിനിമകൾ ഇറങ്ങുന്നില്ലെന്നുള്ള രീതിയിലാണ്. ഇവിടുത്തെ പൊട്ടന്മാർ കുറേ എണ്ണം കൊറിയൻ പടം കാണുക കാണുമെന്ന് പറഞ്ഞിട്ട് ഉള്ള വയലൻസ് ഒക്കെ കണ്ടുകൊണ്ടെങ്കിൽ ഇരുന്ന് അതാ വേറൊരു കോമഡി. നല്ല സിനിമ കാണാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് അറിയുന്നില്ല. ഇവിടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ടൈമിൽ തന്നെ ഇത്രയും എന്താ പറയുക മോശപ്പെട്ട അധപ്പതിച്ച തരം താന്ന സിനിമകളും കുറേ നടന്മാരും കുറേ പൊട്ട പാട്ടും കേട്ട് ഒരു ഊമ്പിപ്പോയ മനുഷ്യനാണ് മലയാളി. പൊളിയാണ്, അങ്ങോട്ട് വെച്ചാൽ മതി. ഇത് കണ്ടപ്പോൾ എനിക്കിതാ തോന്നിയത്. കാരണം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ മുന്നിൽ പോയ കൊച്ച് ഇത് പിന്നീട് മിക്കി മൗസ് അപ്പോഴും ഇന്ന് മിക്കി മൗസാണ്. ഈ സിനിമാണന്മാരെ ആരാധിക്കാൻ കൊള്ളത്തില്ല. അല്ലെങ്കിൽ അവർ ഒരു രീതിയിലും കുട്ടികളുടെ ഇടയിലോട്ടൊന്നും ഇറക്കിയിട്ട് വലിയ സംഭവമാണെന്ന് പറയരുത്. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞ് വിട്ടേക്കണം. അല്ലെ വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന സ്ഥലത്ത് കൊണ്ട് പിള്ളേരെ കാണിച്ചാലും കുഴപ്പമില്ല. ഇതെന്തോ ഇത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ശരിയല്ലേ? ഇപ്പം മായാവി എന്നും നല്ല മായാവി തന്നെയാണ്. ഇവനെയാണെങ്കിലും പുസ്തകം ഇറക്കിയാലും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണം പിള്ളേരോട് വരാൻ. അല്ലാതെ അവരെ കയറ്റിയിട്ട് റോക്കി ബായും മറ്റേ ഇലുമിനാറ്റിയൊന്നും ആക്കരുത്. അവരത് കാണേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ സെൻസർ ബോർഡ് ഇപ്പോൾ പ്രേംകുമാറോ ആ പുള്ളിയൊക്കെ പറഞ്ഞ പോലെ സിനിമയ്ക്കകത്തൊന്നും സെൻസർ ബോർഡ് മാത്രമല്ല, ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. ഇവിടുത്തെ സിനിമാക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ തെണ്ടികൾ സിനിമയെ പറ്റി കുറേ കൂടെ പഠിക്കാനുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇമാർ സിനിമയെ പറ്റി അറിയാവുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ എടുത്തുകൊണ്ട് വരുന്നത് ഈ കണ്ട സിനിമയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്ത് സിനിമയാണ്? ഇപ്പോഴത്തെ സിനിമ ഇതാണോ വേണ്ടത്? ഇത്രയും ഡിജിറ്റലും ടെക്നോളജിയും എല്ലാം മേടിച്ച് കൂട്ടും. ഒക്കെ വലിയ ആപ്പിളൊക്കെ ഇരിക്കുന്നത് സിസ്റ്റമൊക്കെ കയ്യിലുണ്ട്. പക്ഷേ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ക്രിയേറ്റിവിറ്റി എന്ന സാധനം വളരെ കുറവാണ്. അതിനൊക്കെ ക്രിയേറ്റീവാണ്. ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ എന്നെ ആരാണ്ടൊക്കെ ഒന്ന് ട്രോളുന്നുണ്ടാകും. ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഇതിനകത്തൊക്കെ റീൽസും ഷോർട്സും ഒക്കെ കാണണം. എന്തോ ക്രിയേറ്റീവ് പരിപാടി കൊച്ചു പിള്ളേരെയും ഇതിനെ കാണാനായിട്ട്. അപ്പോൾ ഇമാർക്ക് സകല ടെക്നോളജിയും വെച്ചിട്ട് ഇത് നടക്കുന്നില്ല. എല്ലാം എവിടെയെങ്കിലും കണ്ടത് കോപ്പി അടിച്ചാൽ പോലും നടക്കത്തില്ല. ഇപ്പോൾ ബറോസ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് പിള്ളേരെ ഉണ്ടാക്കാൻ. അത് കണ്ടു കഴിയുമ്പോൾ പിള്ളേർ തൂറുമായിരിക്കും മിക്കവാറും തിയേറ്ററിൽ ഇരുന്ന്. തൂറി എറിയായിരുന്നാൽ മതി. കുറേ എണ്ണ പിള്ളേരെ കൂടെ ഉണ്ടാക്കാൻ ഇറങ്ങിയേക്കും. ഇനി പുള്ളിയൊക്കെ കൂടെ ചെയ്താൽ പോരാ, ഇത്രയും ചെയ്താൽ പോരാ, ഇനി കൊച്ചുങ്ങളെ കൂടെ ഒന്ന് ശരിയാക്കാമെന്ന് മോഹൻലാലിന് തോന്നിയെന്ന്. അഴുക്ക പയല് തന്തയേക്കാൾ മോശം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അത് കേട്ടത്. ഈ എന്തോ പാണ്ടികുള ദിനേശനോ അങ്ങനെ കണ്ടു വന്നൊരാൾ